നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ജെയിൻ കുക്കിംഗ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ക്രിസ്പിയായ ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 2 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി തിരുമിയെടുക്കാം. സവോളയിൽ കട്ടിയുള്ള കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് പെറുക്കി മാറ്റണം. അതുപോലെ തന്നെ സവോള ഇതുപോലെ നന്നായി തിരുമ്മി കൊടുക്കുമ്പോൾ നല്ല നേർത്ത സവോളയായിട്ട് നമുക്ക് കിട്ടും. ഉപ്പ് ചേർത്ത് നമ്മൾ സാലഡിനൊക്കെ തിരുമിയെടുക്കുന്ന പോലെ നന്നായി കൈകൊണ്ട് ബലത്തിൽ തന്നെ തിരുമിയെടുക്കുക. അങ്ങനെ നമ്മുടെ സവോള റെഡിയായിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇവ ഇട്ട് കൊടുക്കുക. ഇതുകൂടാതെ ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി വീണ്ടും നന്നായി കൈകൊണ്ട് അമർത്തി തിരുമിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ സ്വാദ് സവോളയിലേക്ക് കിട്ടും. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ആദ്യം 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായി ഇളക്കി ചേർക്കാം. മൈദയുടെ ക്വാണ്ടിറ്റി സവോളയുടെ വലുപ്പത്തിനനുസരിച്ച് ചേഞ്ച് വരും. വീണ്ടും 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട്. ടോട്ടൽ 5 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത്. അതായത് ഇത് ഉള്ളിവട ആയതുകൊണ്ട് തന്നെ ഉള്ളിയുടെ ക്വാണ്ടിറ്റി ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. മൈദ ചേർക്കുന്നത് സവോളകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കിയെടുത്തു. ഇതിനെയും ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം വടകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഫ്രൈ ആയി പോകും. എണ്ണ തിളച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് വടകൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മാവ് മുഴുവൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. 2 മീഡിയം സൈസ് സവോളയിൽ നിന്ന് എനിക്ക് ഏകദേശം 9 വടകളാണ് ലഭിച്ചത്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ കളിയടയ്ക്കായുടെ റെസിപ്പി ആയിരുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പലഹാരങ്ങൾ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്ക് ആ റെസിപ്പികളൊക്കെയും കാണുവാൻ സാധിക്കുന്നതാണ്. വട ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ തിരിച്ചും മറിച്ചും വിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. വട ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഒരു കിഴുത്ത തവി ഉപയോഗിച്ച് എണ്ണ കളഞ്ഞ് കോരിയെടുക്കാം. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുക. അങ്ങനെ നമ്മുടെ ഉള്ളിവടകളെല്ലാം റെഡിയായിരിക്കുകയാണ്. ചായയോടൊപ്പം ഉള്ളിവട സെർവ് ചെയ്യാം. കുട്ടികൾക്ക് തീർച്ചയായും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് ഉള്ളിവട ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയായ ക്രിസ്പിയായ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.